പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയയുടെ, നാളെ അച്ഛൻ പ്രാർത്ഥിക്കത്തില്ലേ? അപ്പം നിങ്ങളുടെ കയ്യിൽ രേഖകളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ രേഖകളൊന്നും അച്ഛൻ വിളിച്ച് പറയത്തില്ലെങ്കിലും അച്ഛൻ മനസ്സ് ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ രേഖകളും. ഇപ്പോൾ ഭൂമി തരം മാറ്റുന്നതിന് കൊടുത്തിട്ടുള്ള അപേക്ഷകൾ, അതിൻ്റെ കോപ്പി ഉണ്ടാകണം നാളെ പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പിനെ. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മന്ത്രകോടികൾ പള്ളിയിൽ ആശീർവദിക്കും. അത് കുഴപ്പമില്ല, അത് കൂതാശപരമായിട്ട് ആസ്വദിക്കണം. അല്ലാത്ത ദൈവദിനസേന ഉപയോഗിക്കേണ്ട എല്ലാ സംഭവവും. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ ഇനി എഴുതാനുണ്ടെങ്കിൽ അതിൻ്റെ പഠന പുസ്തകങ്ങളും വിഷയങ്ങളും ലാപ്ടോപ്പുകളും പിന്നെ പ്രമാണമില്ലേ, പൊക്കോറ് ചെയ്ത് കിട്ടാനുള്ള പ്രമാണങ്ങൾ, അത് കിട്ടാതിരിക്കുന്നത്, അതിൻ്റെ രേഖകൾ, പിന്നെ വിസ, പാസ്പോർട്ട്, വിസ റിജക്റ്റ് ചെയ്യുന്ന റിജക്ഷൻ്റെ പേപ്പറുകൾ, എന്തെല്ലാം രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾ നാളെ പ്രാർത്ഥനയുടെ സമയത്ത് ആശീർവാദത്തിനായി സമർപ്പിക്കണം. ഇതൊരു അറിയിപ്പാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത് കർത്താവേ? നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ
എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തൊക്കെ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളെ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് കാണുന്നത്, നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ ചെയ്യണത് പെന്തക്കോസ്ത മഹോത്സവത്തിന് ശേഷവും അതിലേക്കും അതിനുശേഷമുള്ള ഈ പെന്തക്കോസ്ത കാലഘട്ടങ്ങളിലുള്ള ആത്മാവിനെക്കുറിച്ചുള്ള ജാഗ്രതയും അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അച്ഛൻ ഓരോ ടോക്കുകൾ ചെറിയ ബിറ്റ്സുകൾ നൽകുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് വിശ്വാസവരത്തെക്കുറിച്ചാണ്. വിശ്വാസവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. ഒരറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഉണ്ട്, അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് അല്ലേ. പിന്നെ സ്നേഹം വിശ്വസിക്കുന്നു, സ്നേഹം, ഇപ്പോൾ സ്നേഹമെല്ലാം വിശ്വസിക്കുമെന്ന് പൗലോസ് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമുക്ക് അറിവില്ലെങ്കിലും ചില കാര്യം നമുക്ക് വിശ്വസിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല. ചിലർ ചതിക്കും, പക്ഷേ പകുതി മുക്കാലും നമ്മുടെ അമ്മയൊക്കെ പറയണത് എല്ലാം കറക്റ്റായിരിക്കും, നമ്മളോടുള്ള സ്നേഹത്തിലായിരിക്കും അത് പറയണത്. അപ്പോൾ സ്നേഹിതന്മാർ പറയുന്നതെല്ലാം പകുതി മുക്കാലും കറക്റ്റായിരിക്കും. അച്ഛനത് ചെയ്യേണ്ട കേട്ടാ, അത് ശരിയാകത്തില്ല കേട്ടാ എന്ന് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചിലപ്പോഴും ആ ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ ആ ഒരു പദ്ധതി ഞാൻ പിന്നെ എടുക്കത്തില്ല. എന്താ കാര്യം, നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മൾ ദുഃഖിക്കരുത്, നമ്മൾ നന്മകളിലൂടെ വളരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് പറയണം. അപ്പോൾ അവർ കറക്റ്റായിട്ട്. ഇപ്പോൾ എന്നെ കുറേ ആൾക്കാർ എന്നോട്, ഞാനധികം റിലേഷൻസ് കീപ്പ് ചെയ്യത്തില്ല, വളരെ ചുരുക്കം റിലേഷൻസ്. കാര്യം ഈ ആവശ്യമില്ലാത്ത കയറി ആൾക്കാരെ എന്നെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം റിലേഷൻസ് കീപ്പ് ചെയ്യത്തില്ല. ഞാൻ അരൂപിക്ക് എടുത്ത പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടേ വരത്തുള്ളൂ മാനുഷികമായ ഐഡിയോളജികൾ. പക്ഷെ എന്നാലും ചില വിഷയങ്ങൾ ചില ആൾക്കാർ പറയുമ്പോൾ അത് പരിശുദ്ധാരും നമ്മൾ പറയും അത് കറക്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് അല്പം നഷ്ടമാണെങ്കിലും തൽക്കാലം നിൽക്കുക, അല്ലെങ്കിൽ ചാറേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമാണ്. പിന്നെ എന്ന് പറയണത് അഭിഷേകപരമായ വിശ്വാസമുണ്ട്. അതൊരു വരവാണ്. എല്ലാം വരവാണെങ്കിലും അഭിഷേക വിശ്വാസത്തിന് അത് കൂടിയ വരവാണ്. അഭിഷേക വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പ് മാത്രമല്ല, അഭിഷേക വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആന്തരിക ബോധ്യം, ആരും നമ്മൾക്ക് സപ്പോർട്ടീവല്ല, ആ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ആന്തരിക ബോധ്യം കൂടുതലായിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ മിഷൻ ചെയ്യണത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ ചെയ്യില്ലേ, ഉടമ്പടിയിൽ എടുത്തപ്പോൾ തന്നെ കൃപാസനത്തിൽ പല എക്സിഡ്യൂങ്ങളും പറഞ്ഞു, അയ്യോ ഇതൊന്നും ആൾക്കാരതൊന്നും ചെയ്യത്തില്ല. പിന്നെ പത്രം, പ്രേക്ഷിത പ്രവർത്തനത്തിൽ മാതാവിനോട് പറഞ്ഞത് പത്രത്തിലൂടെ നീ സാക്ഷ്യങ്ങൾ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ സാക്ഷ്യം പത്രത്തിലൂടെ പോകുന്നതിന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. കുറേ ആക്ഷേപങ്ങൾ വാങ്ങിച്ച് സഭയുടെ അകത്തുനിന്നും പുറത്തുനിന്നും നമ്മൾക്ക് കുറേ ഇത് ഞാൻ അനങ്ങാതെ അത് നിന്ന് എന്താ കാര്യം, എനിക്ക് അഭിഷേക വിശ്വാസം ആ വിഷയത്തെക്കുറിച്ച് കിട്ടിയതാണ്. അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. ചിലർ ഇപ്പം നമ്മൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു 10-12 പത്രം എടുക്കണേ, 10-18 പത്രം എടുക്കണ്ടേ. അപ്പോൾ പണ്ട് ഒരു പത്രം പോലും ആൾക്കാർ എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ കൃപാസനത്തിലുള്ള ആൾക്കാർ പറയുമായിരുന്നു
എക്സിക്യൂട്ടീവ് അങ്ങനെ പറയുന്നു, അയ്യോ ആൾക്കാർ 10 എടുക്കത്തില്ല, ഇത്രയും 10 വെക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോകണം, ഇത് ഇനി ചെയ്യാൻ പോകുന്ന ഉടമ്പടിയുടെ എല്ലാം അമ്മ ചെയ്യാൻ പോണ പത്രത്തിലൂടെയാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പത്രത്തിന് ഭയങ്കര എതിർപ്പ് പുറക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ബഷീറിൻ്റെ സാക്ഷി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, ഒരാൾ 10 പത്രം മേടിക്കാൻ വരുമ്പോൾ 150 പത്രമാണ് മേടിക്കണത്. എന്നിട്ട് അവർ തന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി ഇത് കൊടുക്കുകയാണ്. ആ ദൈവിക പദ്ധതിയാണ്, അത് ദൈവിക പദ്ധതിയാണ്. കർത്താവിനെ അറിയാത്തത് അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇപ്പം പരിശുദ്ധ ചൈതന്യം ഇല്ലാത്തവരും മനുഷ്യൻ്റെ ഈ ഭാരങ്ങൾ മാത്രം കണ്ട് വിഷയം ബുദ്ധിപരമായി വിലയിരുത്തുന്നവരും ദൈവിക പദ്ധതിക്ക് എതിരായിരിക്കും. ഇപ്പം വിശ്വാസ വരവെന്ന് പറയുന്നത് അഭിഷേക വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് ദൃശ്യമായ സപ്പോർട്ടുകളൊന്നും കിട്ടത്തില്ല, പക്ഷേ ആന്തരിക ബോധ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ മെസ്സേജിങ് ഒക്കെ വരണതാണ്. മെസ്സേജ് ഇപ്പോൾ കൃപാസനത്തിൽ വന്ന ആൾക്കാരെ മെസ്സേജ് എടുപ്പിക്കത്തില്ലേ, ചില കാര്യങ്ങൾക്ക് മെസ്സേജ് വേണം. കാര്യം നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചാണ് ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയണ്ടേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞാൽ ദൈവ തിരുമനസ്സാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ദൈവ തിരുമനസ് അറിയണ്ടേ, അറിയണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അവിടെയാണ് വിശ്വാസവരം പോണത്. അപ്പോൾ വിശ്വാസവരത്തിൽ എപ്പോഴും വരണത് കഷ്ടകാലം ഉണ്ടാകും, പക്ഷേ കഷ്ടകാലം കഴിഞ്ഞു വരുന്ന വിശ്വാസം അടിപൊളി വിശ്വാസമായിരിക്കും. അതാണ് പറയുന്നത് വിശ്വാസം. എന്ന് വെച്ചാൽ അഗ്നിശോധനകൾ അതിജീവിക്കുന്ന വിശ്വാസം. 1 പത്രോസ് 1:7 കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഒരു പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചാൽ പിന്നെ സ്വർണത്തേക്കാൾ ഊതിക്കാച്ച വിലയുള്ള അമൂല്യമായ വിശ്വാസത്തിൻ്റെ ആസ്തി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പം വിശ്വാസം ഉണ്ടാകുമ്പോൾ പതറേണ്ട കാര്യമില്ല, അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ വിശുദ്ധ അൽത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിമ്മി വർഗീസ് ജോസ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള പച്ച ചേക്കിടിക്കാട് ലൂർദ് മാതാ പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2024 ഫെബ്രുവരി 22 കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയുടെയും ചേച്ചിയുടെയും നിർദ്ദേശപ്രകാരം ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നിമിഷത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ 2 അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒന്ന്, 10 വർഷമായി എനിക്കുണ്ടായിരുന്ന മദ്യപാനം ആ നിമിഷം തന്നെ വിട്ടുമാറി. 2, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉറക്കം വരുമായിരുന്നു. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ഒട്ടും താല്പര്യം തോന്നാറില്ലായിരുന്നു. പക്ഷേ അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായിക്കാൻ അതിയായ ആഗ്രഹം എന്നിലുണ്ടായി. ഓൺലൈനായി ഉടമ്പടി എടുത്ത് 3 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർന്നു. അതുപോലെ തന്നെ എനിക്ക് അതിനു മുമ്പ് ഈ ബൈബിൾ ക്ലാസ്സുകളോ ധ്യാന പ്രസംഗങ്ങളോ കേട്ടിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. 3 to 4 മന്ത്സിൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കണ്ടു തീർത്തു. ഞാൻ 2024 ഖത്തറിൽ ഒരു സ്കൂളിൽ ഫിസിക്സ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. 14 വർഷമായി ഞാനവിടെ ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ വൈഫ് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫിന് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി കിട്ടി. ഞാൻ അപ്പോൾ എൻ്റെ സ്കൂളിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ഞാൻ പോകുന്നതിന് 6 മാസം മുമ്പാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. എൻ്റെ ചെയർമാനുമായിട്ട് ഞാൻ വളരെയധികം വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ടായിരുന്നു. അവരെൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു. അതിന് പ്രകാരം ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പായിട്ട് നാട്ടിലേക്ക് പോകുന്നുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു, വീട് വെക്കേറ്റ് ചെയ്തു. പക്ഷേ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ചെയർമാൻ എന്നോട് പറഞ്ഞു, ജിമ്മിക്ക് പോകാൻ പറ്റുകയില്ല, 1 മാസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഓസ്ട്രേലിയയിലെ ജോയിനിങ് ഡേറ്റും ടിക്കറ്റും എല്ലാം കാണിച്ചിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ചേച്ചിയും എൻ്റെ വൈഫും ഒക്കെ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തതാണ്, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉടമ്പടി ഉപ്പ് ഞാൻ ചെയർമാൻ്റെ ഡോറിൻ്റെ വാതിക്കൽ അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചാണ്, ഞാൻ ടിക്കറ്റ് മാറ്റിയില്ല. പക്ഷേ പോകുന്നതിന് 2 ദിവസം മുമ്പ് ചെയർമാനോട് പറഞ്ഞു, ജിമ്മി പൊക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം 2024 ജൂൺ 19 ഞാൻ ഓസ്ട്രേലിയയിൽ എത്തുന്നത്. ഉടമ്പടിയിൽ നിന്ന് എല്ലാ നിബന്ധനകളും പാലിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്.
ഓസ്ട്രേലിയയിൽ അവിടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു. എല്ലാവരോടും എൻ്റെ ഉടമ്പടിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്റ്റൈഫൻഡോടുകൂടി PhD ചെയ്യാനുള്ള അവസരം കിട്ടി. അതുപോലെ വീട് വാങ്ങിക്കുന്നതിന് സ്റ്റൈഫൻഡ് ഉള്ളവർക്ക് ലോൺ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കുന്നതിന് ലോൺ ബാങ്ക് ഒരു തടസ്സവും കൂടാതെ ലോൺ സാങ്ഷനാക്കി തന്നു. ആദ്യത്തെ 3 മാസം എൻ്റെ PhD വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഗൈഡിന് എന്നെ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ വീടിൻ്റെ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പം ഡെയിലി 10 hours 12 hours ഒക്കെ ഞാൻ ലാബിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഈ മൈക്രോസ്കോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. എൻ്റെ ഗൈഡ് എന്നോടൊപ്പം നീരസം പ്രകടിപ്പിച്ചു തുടങ്ങി. ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ കണ്ണ് രണ്ടും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അവരെന്നെ ഉടൻ തന്നെ റോയൽ വിക്ടോറിയൻ മെൽബൺ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്തു. ഞാൻ അന്ന് രാത്രി തന്നെ റോയൽ വിക്ടോറിയനിൽ ചെന്നു. അവർ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടില്ല, പക്ഷേ സാധാരണ ഒരു കണ്ണിനെയാണ് ഇത് ബാധിക്കുന്നത്, പക്ഷേ 2 കണ്ണിനെയും ബാധിച്ചിട്ടുണ്ട്. നോർമലി 3 to 4 months ഇത് ഫ്ലൂയിഡ് ഡിപ്പോസിഷനാണ് റെറ്റിനയിൽ. 3 to 4 months തന്നെ ക്യൂറാകും, ഇല്ലെങ്കിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ട്രീറ്റ് ചെയ്താൽ കണ്ണ് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രോഗവിവരം പറഞ്ഞപ്പോൾ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, ജിമ്മി ഇത് ഒരുപാട് റീഡിങ് ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ്, അതുകൊണ്ട് PhD സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ 4 മാസത്തിന് ശേഷവും എൻ്റെ കണ്ണിന് പുരോഗതിയൊന്നുമില്ലായിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻഡസ്ട്രി സ്പോൺസർ വർക്കായിരുന്നു ഇത്. അതുകൊണ്ട് അവർക്ക് എനിക്ക് അധികം വർക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതാണ്, കാഴ്ച കുറവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് PhD സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് വിഷമിച്ച്, ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നത്, ഒരുപാട് വിഷമിച്ച് എൻ്റെ കാറിൽ വന്നിരുന്നപ്പോൾ അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം ഞാൻ കൂടുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ വചനം പറഞ്ഞു, ജോഷുവ 3:7 ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ട് എന്ന് അവർ ബോധ്യപ്പെടുന്നതിന് ഞാൻ നിൻ്റെ അവരുടെ മുന്നിൽ ഉയർത്തും എന്ന വചനം. അച്ഛൻ ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതിനുശേഷം ജോഷുവ മുന്നിൽ വന്നു നിന്ന ജോർദാൻ നദിയുടെ മുന്നിലാണ്, മുന്നോട്ട് പോകാൻ മേലാത്ത അവസ്ഥ. അതിനുശേഷം ജോഷുവയെ പ്രവർത്തിച്ച അടയാളങ്ങൾ അച്ഛൻ വിവരിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം തോന്നി. ഞാൻ മുന്നോട്ട് തന്നെ പോയി. 8ാമത്തെ മാസം വീണ്ടും എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റിങ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് മാറ്റമൊന്നുമില്ല, സർജറി ചെയ്യണം. വീണ്ടും അവർ പറഞ്ഞു കണ്ണ് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കൃപാസനത്തിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ കണ്ണ് പൂർണ്ണമായി സുഖപ്പെടും എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ 2 കണ്ണിലും തൈലം പൂശി കാശുരൂപം തന്നു പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് മെൽബണിൽ ചെന്ന് റോയൽ വിക്ടോറിയൻ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ 2 കണ്ണുകളും പൂർണ്ണമായി സുഖപ്പെട്ടു. എന്നോട് ഡോക്ടർ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൃപാസനം എന്ന മാതാവിൻ്റെ പ്രതിഷ്ഠീകരണം നടന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കണ്ണിൽ തൈലം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എൻ്റെ അസുഖം മാറിയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. PhD സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും മുന്നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ ഇത്രയും വലിയ രോഗശാന്തി എനിക്ക് കിട്ടിയിട്ടും എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിയിട്ടും എൻ്റെ മാനസിക സമ്മർദ്ദം, ടെൻഷൻ ഇതൊന്നും പൂർണ്ണമായും അന്നേരവും മാറിയിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ചേച്ചിയും എൻ്റെ വൈഫും എന്നോട് പറഞ്ഞു ഇത്രയും നാളും ടീച്ചറായിരുന്നല്ലോ, അതുകൊണ്ട് ടീച്ചറായിട്ട് തന്നെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ മുന്നിലുള്ള പ്രശ്നം മെൽബണിൽ ടീച്ചറാകണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയൻ രജിസ്ട്രേഷൻ എടുക്കണം. അതിന് IELTS എക്സാമിന് 8 സ്കോർ വേണ്ടത്. മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് IELTSന് 8 സ്കോർ കിട്ടുക എന്നുള്ളത് എനിക്ക് വിചാരിക്കുന്നതിനും അപ്പുറമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ട്രൈ ചെയ്യാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ISLPR എന്നൊരു എക്സാം ഉണ്ട്, അത് നേഴ്സിങ്ങിന് OET പോലെയാണ്, ഇതിന് ടീച്ചിങ് റിലേറ്റഡ് ടോപ്പിക്സാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞു. അതിന് മാക്സിമം സ്കോർ 5 ആണ്, അതിൽ 4 കിട്ടണം, IELTS 8 ഈക്വലൻ്റ് ആയിട്ട്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ഉറക്ക ഇംഗ്ലീഷ് ബൈബിൾ വായിക്കും. പിന്നീടാണ് ഞാൻ പഠനം തുടങ്ങിയിരുന്നത്.
കേവലം 1.5 മാസമാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ എക്സാമിന് വേണ്ടി പോവുകയാണ്. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം സംഭവിക്കുന്നത്. ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ മുന്നിലിരിക്കുകയായിരുന്നു. എൻ്റെ സൈഡിൽ ഒരു ഓസ്ട്രേലിയൻ ചെറുപ്പക്കാരനാണ് ഇരുന്നത്. നന്നായി വിശ്വാസം കുറവുള്ള ചെറുപ്പക്കാരാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഈ വിശ്വാസം തീരെയില്ല. പക്ഷേ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ കൗതുകത്തോടെ നോക്കി എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ബൈബിളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഞാനും അപ്പോൾ വിചാരിച്ചു, ദൈവമേ, ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ വായിച്ചില്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഫോണിൽ ബൈബിൾ ഓപ്പൺ ചെയ്ത് റാൻഡമായി ഓപ്പൺ ചെയ്ത് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് കിട്ടിയ വചനം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 5-ാം വാക്യം. എന്തെന്നാൽ യോഹന്നാൻ വെള്ളത്താൽ സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. ആ വചനം വായിക്കുന്ന സമയത്ത് ഡ്രൈവർ സൈഡ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് വണ്ടി കയറുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ തന്നെ അതിന് മുമ്പോ പിന്നീടോ സംഭവിച്ചിട്ടില്ല, ഒരു പ്രാവ് പറന്ന് വന്ന് ഫ്രണ്ടിലെ സ്ക്രീനിൽ കൂടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് റോഡിൽ പറന്നിറങ്ങി. 1 മിനിറ്റ് ഡ്രൈവർ ആ പ്രാവ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് വണ്ടി എടുത്തത്. എനിക്കപ്പം തന്നെ മനസ്സിലേക്ക് പ്രത്യേക ഒരു ധൈര്യം വന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എനിക്ക് വന്നു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ടെൻഷൻ, ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന ടെൻഷൻ ആ സമയത്ത് എനിക്ക് വിട്ടുമാറി. ഞാൻ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ വചനഭാഗം ഉരുവിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം ഹാളിൽ ചെന്നത്. അവിടെ ചെന്നപ്പം ഞാൻ മാത്രമായിരുന്നു ആദ്യമായി എക്സാം എഴുതുന്ന ആൾ. ബാക്കി എല്ലാവരും 5-ാമതെയും 6-ാമതെയും തവണ എഴുതുന്നവരായിരുന്നു. കാരണം IELTS-ന് 8 ഇക്വലൻ്റ് അല്ലെങ്കിൽ ISLPR-ന് Band 4 അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം എനിക്ക് പക്ഷേ ഒട്ടും ഒരു സംശയം തോന്നിയില്ല. ഞാൻ ധൈര്യമായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവ് എന്നെ കാണിച്ചു തന്നു. എനിക്ക് എന്നെ എക്സാം നടത്തിയത് IELTS എക്സാമിൻ്റെ ക്രിയേറ്ററാണ്. അദ്ദേഹമാണ്, ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്. എനിക്കത് അറിയില്ലായിരുന്നു അദ്ദേഹമാണ് എന്നെ എക്സാം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ടെൻഷനൊന്നും കൂടാതെ വളരെ ശാന്തമായി എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ലിസണിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, റീഡിങ്ങും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് കിട്ടില്ല, അഥവാ എനിക്ക് പാസ്സായാൽ അതിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ലിസണിങ്ങിന് 4 സ്കോർ വേണ്ടത്, 4+, അതായത് 5 മാക്സിമം. അത് IELTS-ൽ 8-ന് മുകളിലുള്ള സ്കോറാണ്. ആ സ്കോർ നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് ടീച്ചർ രജിസ്ട്രേഷന് 4 to 5 വീക്സാണ് നോർമലി എടുക്കുന്നത്. അവിടെ സമയച്ചുരുക്കം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അപ്ലൈ ചെയ്ത് വിതിൻ 10 ഡേയ്സിൽ എനിക്ക് ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് എനിക്ക് വേറൊരു അനുഭവം ഉള്ളത്, എനിക്ക് ഒരു 6 വർഷമായി ഉറക്കത്തിൽ ത്രോട്ട് ഡ്രൈ ആയിട്ട് ശ്വാസം കിട്ടാതെ ചുമച്ച് പിടഞ്ഞെണീക്കുന്ന ഒരു കണ്ടീഷനുണ്ടായിരുന്നു. ഇത് സ്ലീപ്പ് അപ്നിയാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പം ഉണർന്നു കഴിഞ്ഞാലും ഈ ശ്വാസം കിട്ടാതെ നമ്മൾ കുറച്ച് നേരം ബുദ്ധിമുട്ടുമായിരുന്നു. ഞാനപ്പോൾ ഒരു ദിവസം കൃപാസനത്തിൻ്റെ ഉപ്പെടുത്തിട്ട് ഈ തൊണ്ടയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. പല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രശ്നങ്ങളല്ല, പല പ്രശ്നങ്ങളുടെയും നടുവിൽ ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു വരമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും പല പ്രശ്നങ്ങളും, പക്ഷേ ഒരു പ്രശ്നങ്ങളും എന്നെ ടച്ച് ചെയ്യുന്നില്ല. അച്ഛൻ എപ്പോഴും പറയാനുള്ള വാക്യം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുക്കളുടെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും എന്നുള്ളത്. ഉടമ്പടി എന്താണെന്ന് എന്നോട് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരോടും പറയാറുണ്ട്, പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ഡിഫറൻഷ്യേറ്റഡ് ലേണിംഗ് ലെവൽസുള്ള ദൈവത്തെ നിത്യതയിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന വിശുദ്ധമായൊരു ജീവിത മാർഗ്ഗമാണ് ഉടമ്പടി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ മദ്യപാനം 10 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനം മാറി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നീട് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ കൃപാസനം പത്രം, ഇംഗ്ലീഷ് പത്രം ഞാൻ മെൽബണിൽ ദൈവവചനം എഴുതി അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. പിന്നെ ഇവിടെ ജപമാല റാലി നടക്കുന്ന സമയത്ത് മെൽബണിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്ന് അവിടെ ജപമാല ചൊല്ലി റാലി നടത്താറുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. യെശയ്യാ 50:10
നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്കനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. യേശുവിൽ പ്രിയമുള്ളവരെ, ജിമ്മി വർഗീസ് ജോണിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് വചനത്തിലൂടെയാണ് അദ്ദേഹം മാറ്റം സംഭവിച്ചത്. കണ്ണിന് രണ്ടിനും കാഴ്ചയില്ലാതെ ഇരുന്നപ്പോൾ, ഒരു വഴിയും മുന്നിലില്ലെന്ന് കണ്ടപ്പോൾ പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പിലൂടെ അദ്ദേഹത്തിന് പരിശുദ്ധമ്മ അന്ധകാരത്തിൽ നിന്ന് പ്രകാശം നൽകി. കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു. കൂടുതൽ വചന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മാറ്റം സംഭവിക്കും. നമ്മളൊരു പുതിയ വ്യക്തികളാകും. നല്ല പുതിയ പുതിയ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് അരമണിക്കൂർ നേരം ഉടമ്പടി എടുത്തവർ നിങ്ങൾ വചനം വായിക്കണമെന്ന് പറയുന്നത്. ഈ ജിമിഷനിലൂടെ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. എവിടെ ചെന്നാലും വചനമാണ് അദ്ദേഹത്തിന് വായിക്കാൻ ഒരു പ്രചോദനം നൽകിയത്. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്തും പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ ചെയ്തും അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി പിടിച്ചെടുത്തു. അങ്ങനെ പരിശുദ്ധമ്മ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജിമ്മിയെ പ്രകാശത്തിലേക്ക് നയിച്ച് ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്തു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമ്മ ജീവനോടുകൂടി ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് മനുഷ്യരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കിയ ഈ സമയത്തിന് അമ്മയും ഈശോയും നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കൈയടിച്ച് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം.